ഈ പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ 7ാമത്തെ ചാപ്റ്റർ സജഷൻ ഫോർ പ്രൊജക്റ്റ് വർക്ക് അതിൻ്റെ റിവിഷനാണ്. സെക്കൻഡ് ടേം എക്സാമിൻ്റെ റിവിഷനാണ് 2ാം ഭാഗം. 1ാം ഭാഗം നമ്മൾ പറഞ്ഞു റിസർച്ച് എന്താണ്, മൾട്ടിപ്പിൾ മെത്തേഡ് എന്താണ് എന്നുള്ളതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ദാറ്റ് ഫേസ്ഡ് ഇൻ സോഷ്യൽ റിസർച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ മെത്തേഡ് ഉപയോഗിക്കുമ്പോഴും അല്ലാതെയും ഒക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ റിസർച്ചേഴ്സ് നേരിടുന്നുണ്ട്. അതേതൊക്കെയാണ് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. ഇപ്പോൾ റിസർച്ചർ മേ ഫൈൻഡ് സർട്ടൻ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർക്ക് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അത് തരണം ചെയ്തിട്ട് വേണം ഈ റിസർച്ചിന് വേണ്ടി മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഇമാജിൻ ദാറ്റ് യു ആർ ഡൂയിങ് എ സർവേ. നിങ്ങളൊരു സർവേ നടത്തുകയാണ് എന്ന് വിചാരിക്കുക. ആസ് എ പാർട്ട് ഓഫ് ദ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് സർവേ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കരുതേണ്ടത് ക്വസ്റ്റിനെയേഴ്സാണ്. ഒരുപാട് ചോദ്യാവലികൾ നിങ്ങൾ കയ്യിൽ കരുതണം. എന്നിട്ടേ നമ്മൾക്ക് സർവേ നടത്തുന്ന ആളുകൾക്ക് ആ ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഗെറ്റ് ഇനഫ് കോപ്പീസ് ഓഫ് ക്വസ്റ്റിനെയർ. അതിന് നമുക്ക് തീർച്ചയായിട്ടും പണച്ചെലവുണ്ട്, മണി, അതുപോലെ ടൈം. നമ്മൾ അതിനു വേണ്ടി മെനക്കെടണം, ഒരുപാട് പ്രയത്നിക്കണം. അപ്പോൾ എഫേർട്സ്. അപ്പോൾ ഫോർ ദിസ് യു നീഡ് മണി, ടൈം ആൻഡ് എഫേർട്സ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റിനെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും കുറേ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും. ടു ഡിസ്ട്രിബ്യൂട്ട് ദ ക്വസ്റ്റിനെയർ എമംഗ് ദ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, സ്കൂളുകൾ, കോഎഡ് എഡ്യൂക്കേഷനെ കുറിച്ച്. ഇപ്പോൾ അവരുടെ ക്വസ്റ്റിനെയർസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എമംഗ് ദ സ്റ്റുഡൻസ് യു വിൽ നീഡ് പെർമിഷൻ ഫോർ ദ ടീച്ചർ. നമുക്ക് അങ്ങനെ കുട്ടികളെ വിളിച്ചിട്ട് ഈ ക്വസ്റ്റിനെയർ ഒന്ന് ഫില്ല് ചെയ്ത് താ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളതിൽ വേണ്ടപ്പെട്ടവരുടെ അനുവാദം മുൻകൂട്ടി വാങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഇങ്ങനൊരു സർവേയുടെ ഭാഗമായിട്ടാണ്, കുട്ടികളെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യണം, അവർക്ക് അല്ലെങ്കിൽ അവരിൽ ഒരു സർവേ നടത്തണം, ക്വസ്റ്റിനെയർ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പെർമിഷൻ കിട്ടിയെന്ന് വരില്ല. അതിനായിട്ട് 1-2 പ്രാവശ്യമൊക്കെ കയറി ഇറങ്ങി ബുദ്ധിമുട്ടി അവരുടെ സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റിനെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. യു മേ ആസ് ടു കം ബാക്ക് അറ്റ് എ ലേറ്റർ ഡേറ്റ്. പിന്നൊരിക്കൽ വാ. അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണമല്ലോ, അതൊക്കെ ഒന്ന് അവരുടെ അധികാരികളോടൊക്കെ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് പിന്നെ വാ എന്ന് പറയും. അങ്ങനെ പല പ്രാവശ്യം കയറി ഇറങ്ങിയാൽ മാത്രമേ അതിന് അനുവാദം കിട്ടുള്ളൂ. ഇനി അനുവാദം കിട്ടി ക്വസ്റ്റിനെയർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരത് ഫില്ല് ചെയ്യാൻ താല്പര്യപ്പെട്ടെന്നില്ല എന്ന് വരില്ല. ഈവൻ ഇഫ് യു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് ദ ക്വസ്റ്റിനെയർ, മെനി സ്റ്റുഡൻസ് മേ നോട്ട് ഫിൽ ദം ആൻഡ് റിട്ടേൺ ഇറ്റ്. കുറേ കുട്ടികളത് കയ്യിൽ വെക്കും, അവരത് ഫില്ല് ചെയ്യാനും മെനക്കെടാറില്ല, തിരിച്ചു കൊടുക്കാനും ബോദർ ചെയ്യാറില്ല. അപ്പോൾ അത് മറ്റൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടാണ്. സംടൈംസ് ദേ മേ ലീവ് സം ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ്. ഇനി അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ കുറേ ക്വസ്റ്റ്യനൊക്കെ അവർ ആൻസർ ചെയ്യാതെ വിടും. കാരണം ചിലപ്പോൾ അവർക്കത് താല്പര്യമില്ലായിരിക്കും ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ആൻസേർഡ് ആയ ക്വസ്റ്റിനെയർ, കുറേ ഭാഗങ്ങൾ പൂരിപ്പിക്കാതെ കിട്ടിയ ക്വസ്റ്റിനെയർ കൊണ്ട് യാതൊരു യൂസും റിസർച്ചറിന് ഉണ്ടാകുന്നില്ല. ദെൻ യു വിൽ ഹാവ് ടു ഡിസൈഡ് ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഒരു റിസർച്ച് നടത്തുമ്പോൾ 1-2 പ്രോബ്ലംസ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് റിസർച്ച് വർക്കിൽ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ തരണം ചെയ്തിട്ട് വേണം റിസർച്ചുമായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് വാട്ട് ആർ ദ മൾട്ടിപ്പിൾ മെത്തേഡ് ദാറ്റ് യൂസ്ഡ് ഇൻ എ റിസർച്ച് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ആ ഡിഫറെൻറ്റ് മെത്തേഡ് ഏതൊക്കെയാണ്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർവ്യൂ മെത്തേഡ്, അതുപോലെ സർവേ, ഒബ്സർവേഷൻ എന്നിങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഉത്തരം നിങ്ങൾ നൽകണം. സം കോമൺ ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഇൻക്ലൂഡ്സ് സർവേ, ഇൻ്റർവ്യൂസ് ആൻഡ് ഒബ്സർവേഷൻ. ഇതൊന്നും മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. കേസ് സ്റ്റഡി ഉണ്ട്, അതുപോലെ ഒത്തിരി മെത്തേഡുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ്
ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് നോക്കാം. നിരീക്ഷണ രീതി. വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അർത്ഥം മനസ്സിലാവും. നിരീക്ഷിക്കുക, നോക്കുക, എല്ലാം ഇങ്ങനെ നോക്കി ഒബ്സർവ് ചെയ്യുക. അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഒബ്സർവേഷൻ ഈസ് എ മെത്തേഡ് വേർ ദ റിസർച്ചർ മസ്റ്റ് സിസ്റ്റമാറ്റിക്കലി വാച്ച് ആൻഡ് റെക്കോർഡ് എ ഫിനോമിന. ഒരു ഫിനോമിന എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം, ഒരു കാര്യം എന്നൊക്കെ തന്നെയാണ് അർത്ഥം കേട്ടോ. ഏതെങ്കിലും ഒരു കാര്യത്തെ നോക്കിക്കാണുക, അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് നോക്കിക്കാണുക. ചുമ്മാ ഒന്നും നോക്കിയിട്ട് തിരിച്ചു വരികയല്ല. അതിൻ്റെ തുടക്കം മുതൽ എങ്ങനെയാണ് കാര്യക്രമങ്ങൾ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫെസ്റ്റിവൽ ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ചടങ്ങ്, ആ ചടങ്ങ് എങ്ങനെയാണ് തുടക്കം മുതൽ, അതൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് വാച്ച് ചെയ്യുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങളെ ചിട്ടയോടെ നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് നിരീക്ഷണം. ഇത് ആ റിസർച്ചർ സാക്ഷിയാകുകയാണ്. റിസർച്ചർ ആരും പറഞ്ഞ് കേൾക്കുന്നതൊന്നുമല്ല, ആരോട് അഭിപ്രായം ചോദിക്കുന്നതൊന്നുമല്ല. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് അവിടെ ആ ഒരു കാര്യത്തിന് സാക്ഷിയാകുകയാണ് ചെയ്യുന്നത്. ഇൻ ഒബ്സർവേഷണൽ സ്റ്റഡി ദ റിസർച്ചർ ആക്ച്വലി വിറ്റ്നസ്സസ് സോഷ്യൽ ബിഹേവിയർ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്. അതെന്താണ് അവിടെ നടക്കുന്നത് എന്ന് അത് നാച്ചുറലായിട്ട് തന്നെ അവിടെ നടക്കുന്ന രീതിയിൽ തന്നെ അത് മൊത്തത്തിൽ കാണുന്നു, അത് നിരീക്ഷിക്കുന്നു. ഇത് തന്നെയാണ് ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഒബ്സർവേഷൻ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒബ്സർവേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് ടൈപ്പ് അക്കോർഡിംഗ് ടു ദ ടെക്നിക് യൂസ്ഡ്. ഇപ്പോൾ എന്ത് ടെക്നിക്കാണ്, സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്, ആൻഡ് ടൈപ്പ് ഓഫ് കൺട്രോൾ, എന്ത് നിയന്ത്രണമാണ് ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് നിരീക്ഷണത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ പങ്കാളിത്ത നിരീക്ഷണം. ഇപ്പം നമ്മളൊരു കാര്യം നടക്കുന്നു, അവിടെ നമ്മൾ അവരിലൊരാളായി അതിൻ്റെ കാര്യങ്ങളിൽ ആ പ്രദേശത്ത് നമ്മൾ താമസിച്ച്, അത് 1-2 ദിവസമൊന്നുമല്ല, ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം താമസിച്ച് അവരിലൊരാളായി അവരുടെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഒരു ആദിവാസി വിഭാഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവരുടെ എല്ലാ ഒക്കേഷനും ഉൾക്കൊള്ളുന്ന രീതിയിൽ 1-2 വർഷം അവരെ കൂടി താമസിക്കുന്നു. അവരുടെ ദിന ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് അവരിൽ ഒരാളായി നിന്ന് കണ്ടുപിടിക്കുന്നു. ഇതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വിസിറ്റ് നടത്തുമല്ലോ. ഇപ്പോൾ ആദിവാസികളെ തന്നെ നമ്മളൊരു ട്രൈബൽ വിസിറ്റ് ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം വരെ പോയി നോക്കി കണ്ട് തിരിച്ചു പോരുന്നു. അവരുടെ ജീവിതത്തിലൊന്നും ഭാഗമാകുന്നില്ല, അവരുടെ ഫെസ്റ്റിവലൊന്നും നമ്മൾ കാണുന്നില്ല. അവരുടെ പ്രശ്നങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ സന്തോഷവും അവരുടെ നൃത്തങ്ങളും അങ്ങനെയുള്ളതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, അതാണ് നമ്മൾ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിലൂടെ കാണുന്നത്. ഇനി നമുക്ക് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, എന്താണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ? ഇൻ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ദ ഇൻവെസ്റ്റിഗേറ്റർ ലിവ്സ് ഇൻ എ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിനെയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പിൽ ജീവിക്കുന്നു, ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ജീവിക്കുന്നു, ഓർ കമ്മ്യൂണിറ്റി, ആൻഡ് ടേക്സ് എ ഡയറക്റ്റ് പാർട്ട് ഇൻ ദെയർ ആക്ടിവിറ്റീസ്. അവരുടെ ജീവിതത്തിലെ ഒരു നേരിട്ട് അവരുടെ ഭാഗമായി മാറി താമസിച്ച് അവരെ ഒബ്സർവ് ചെയ്യുന്നു. ദ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവർ ഫ്രീലി മിക്സസ് അപ്പ്. അവരെ കൂടി ഇടപഴകുന്നു. താനൊരു ഗവേഷകനാണ് എന്നുള്ള കാര്യം വെച്ചിട്ടൊന്നുമല്ല, അവരെ കൂടി അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേർന്ന് അവരിലൊരാളായിട്ട് അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ അവരുടെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പഠിക്കുന്നു. The advantages of participant observation is that it enables us to observe the group in its natural setting. ഇപ്പം നമുക്കറിയാം, നമ്മളെ കാണാനൊരു കൂട്ടർ വരുന്നു, വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വസ്ത്രമൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് നേരത്തെ പ്ലാൻഡായിട്ടൊക്കെ വന്ന് പെരുമാറും. പക്ഷേ നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ നാച്ചുറൽ എങ്ങനെയാണോ, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണോ, നമ്മുടെ വസ്ത്രധാരണ രീതി, നമ്മുടെ ഭക്ഷണ രീതി, ഇതൊക്കെ നാച്ചുറലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ നടത്തുമ്പോൾ എന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക്
ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കൂട്ടരെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവരുടെ ആ ഒരു വീട്ടിൽ പോയി അല്ലെങ്കിൽ അവരുടെ ആ പരിസരത്ത് ആ നാട്ടിൽ പോയിട്ട് അവരിലൊരാളായി ജീവിക്കുക, കുറേ കാലം അവരുടെ രീതിയും അവരുടെ ഭക്ഷണവുമായി ഒക്കെ മുന്നോട്ട് പോകും. അതുമായി ജീവിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അതുമാത്രമല്ല, അത് ഒരുപാട് ടൈം വേണം അതിന്. പൈസ ചിലവുമുണ്ട് അവിടെ പോയി താമസിക്കാനും അവരുടെ അതിനൊക്കെ പണച്ചെലവിനും ആവശ്യമാണ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസീവാണ്, ടൈം കൺസ്യൂമിങ് ആണ് ആൻഡ് ചാലഞ്ചിങ് ആണ്. അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഇത്തിരി അതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ അവരുടെയൊക്കെ കൂട്ടത്തിൽ പോയി താമസിക്കാനും അവരിലൊരാളാകാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന് പറഞ്ഞത്. ഇനി നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ when the observer does not actually participate in the activities of the group, അവരുടെ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുന്നില്ല, ചുമ്മാ പുറത്തുനിന്ന് നോക്കിക്കാണുന്നു, ബട്ട് സിംപ്ലി ഒബ്സർവ്സ് ദെം ഫ്രം എ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് നോൺ ആസ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ മാറി നിന്ന് അവരെ നിരീക്ഷിക്കുന്നു. ഇതാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം. ഈ ഒബ്സർവേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. ഇത് എപ്പോഴും ചോദിച്ച് കാണുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പഠിക്കുക. അപ്പം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മെത്തേഡാണ് സർവേ മെത്തേഡ്. സർവേ എന്ന് പറയുമ്പോൾ വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് പഠിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയറുമായിട്ട് അവരിലേക്ക് ഇറങ്ങി പഠിക്കുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും പലപ്പോഴും ഈ ചോദ്യവും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വേണം, ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എക്സ്പ്ലെയിൻ ദ സർവേ മെത്തേഡ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് സർവേ എന്ന് പറയണം. സർവേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടെക്നിക്ക് ഓഫ് ഗ്യാതറിങ് ഡാറ്റ ശേഖരിക്കുന്ന ഒരു ടെക്നിക്കാണ്. എങ്ങനെയാണ്, എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്? ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻ ടു പീപ്പിൾ, ആളുകളോട് ചോദ്യം ചോദിക്കുന്നു, ഹു ആർ തോട്ട് ടു ഹാവ് ഡിസൈർഡ് ഇൻഫോർമേഷൻ. അതായത് നമ്മൾ ചോദിക്കുന്ന ആളുകൾ നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് തരും എന്നുള്ളതിൻ്റെ രീതിയിൽ നമ്മൾ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഇത്. ഈ ചോദ്യം ചോദിക്കുന്നതിനൊരു രീതിയുണ്ട്. ഒരു ഫോർമൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനെയർ അനുസരിച്ചിട്ടാണ് സർവേയിൽ ചോദ്യം ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പലരും സർവേക്ക് വരാറുണ്ട്, നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതനുസരിച്ച് അവരുടെ കയ്യിലുള്ള പേപ്പറിൽ അവർ ടിക്കിട്ട് പോകാറുണ്ട്. ഇതാണ് അവരുടെ കയ്യിലിരിക്കുന്നതാണ് ക്വസ്റ്റ്യനെയർ. അത് അവർ തന്നെ ഫില്ല് ചെയ്യുമ്പോൾ അതിനെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയും. അപ്പോൾ ഫോർമൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ ഈസ് പ്രിപ്പയർ ചെയ്തിട്ട് സർവേ യൂഷ്വലി ഇൻവോൾവ്സ് ആസ്കിങ് എ റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. സർവേ എപ്പോഴും ഒരു വലിയ കൂട്ടത്തിനാണ്. വലിയ കൂട്ടം എന്ന് പറയുമ്പോൾ ഒരു 30 തുടങ്ങി 2000 വരെ നമ്മൾ വലിയ കൂട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ചോദിക്കുന്ന ചോദ്യം അവർക്ക് തോന്നിയതൊന്നുമല്ല ചോദിക്കുന്നത്, അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനെയറിലെ ചോദ്യം മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് സർവേ. ഇനി ക്വസ്റ്റ്യൻ ഇൻവെസ്റ്റിഗേറ്റർ ചോദിച്ചിട്ട് അവർ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? ഇൻ്റർവ്യൂ ഷെഡ്യൂൾ. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ക്വസ്റ്റ്യനെയർ ആൻഡ് വാട്ട് ഈസ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ? ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നന്നായിട്ട് നോക്കിയിട്ട് പോവാം. അപ്പോൾ ദ ക്വസ്റ്റ്യൻസ് മേ ബി ആസ്ക്ഡ് ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഇൻ പേഴ്സൺ where they are read out to the respondent. അവരത് വായിച്ച് കേൾപ്പിക്കുന്നു. ആൻഡ് ഹിസ് അല്ലെങ്കിൽ ഹർ ആൻസർ, ആ പറയുന്ന റിസർച്ചർ ചോദിക്കുന്ന ചോദ്യം കേൾക്കുന്ന ആൾ ആ പറയുന്ന ഉത്തരം അനുസരിച്ച് ആൻഡ് നോട്ടഡ് ഡൗൺ ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ തന്നെയാണത് ടിക്കിടുന്നത്. അതുകൊണ്ട് ഇതിനെ എന്താ വിളിക്കുന്നത്? ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനെയർ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർ ദ ക്വസ്റ്റ്യനെയർ മേ ബി ഹാൻഡഡ് ഓവർ ടു ദ റെസ്പോണ്ടൻറ്റ്. ഈ ചോദ്യാവലി ആളുകൾക്ക് കൊടുത്തിട്ട് അവരോട് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് ഏൽപ്പിക്കാൻ പറയും. ഹൂ ദെൻ ഫിൽ ഇറ്റ് അപ്പ് ദംസെൽവ്സ് ആൻഡ് ഗീവ് ഇറ്റ് ബാക്ക്. അപ്പോൾ ചോദ്യാവലി പ്രതികർത്താവിനെ ഏൽപ്പിക്കുന്നു, ചോദ്യാവലി കർത്താവ് പൂരിപ്പിച്ച് കൈമാറുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് സർവേയുടെ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ക്യാൻ കവർ കുറേ ആളുകളെ, കവർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അത് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ആ കുറേ ആൾക്കാരുടെ ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഡാറ്റ ആയിരിക്കും അത്, വിവരമായിരിക്കും അത്. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ സർവേ ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ കവർ എ ലോട്ട് ഓഫ് പീപ്പിൾ, സോ that the result are truly representative of the relevant group of population.
അപ്പോൾ നമ്മൾക്കതൊരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാൻ സഹായിക്കുന്ന ഒന്നാണ് സർവേ. ഇനി ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം എന്താണ്, ക്വസ്റ്റ്യൻസ് ഓൾറെഡി ക്വസ്റ്റ്യനെയർ വെച്ചിട്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അത് ഓൾറെഡി അതായത് ഫിക്സഡ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഓൺ സ്പോട്ടായിട്ട് അതിൽ ഒരു വ്യത്യാസം വരുത്തിയൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റത്തില്ല. നോ ഓൺ സ്പോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ആർ പോസിബിൾ. ചോദ്യങ്ങളെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് അതിലെ ഒരു മാറ്റവും നമുക്ക് വരുത്താൻ, ചോദിക്കുന്ന ആൾക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതുപോലെ ചില ക്വസ്റ്റ്യനൊന്നും മനസ്സിലാവില്ല. ആ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗവേഷകനും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം റിസർച്ച് ചെയ്യുന്ന ആളല്ല ഈ ക്വസ്റ്റ്യനെയറും കൊണ്ട് പോകുന്നത്. കുറച്ച് ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നതായിരിക്കും അതിനു വേണ്ടി. അപ്പോൾ അവർക്കത് ഉത്തരം പറയാനും എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇഫ് എ ക്വസ്റ്റ്യൻ ഈസ് മിസ്അണ്ടർസ്റ്റുഡ് ബൈ ദ റെസ്പോണ്ടൻറ്റ് ദെൻ റോങ് ഓർ മിസ്ലീഡിങ് റിസൾട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്. അറിയാം, നമുക്കത് തിരുത്തി കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ സർവേക്ക് വരുന്നതൊക്കെ പല ഗവൺമെൻറ് ടീച്ചേഴ്സൊക്കെ ആയിരിക്കാം, അവരത് ഏൽപ്പിച്ചിട്ടായിരിക്കാം. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ട്രെയിനിങ്ങിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരത് വ്യക്തമായി പറയും. ചിലവരത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അവർക്കും അറിയാൻ പറ്റില്ല, അവരെന്തെങ്കിലും ഉത്തരം എഴുതാൻ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇതും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂ മെത്തേഡ് ആൻഡ് ടൈപ്സും ചോദിച്ചിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. അത് തീർച്ചയായിട്ടും നമ്മളോട് ആളുകൾ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ വിവരങ്ങൾ ചോദിച്ച് അറിയുന്നതാണ്. അത് വേർബൽ മെത്തേഡാണ്. അത് വാമൊഴി നമ്മൾ സംഭാഷണത്തിലൂടെയാണ് നടത്തുന്നത്. അപ്പോൾ ആൻ ഇൻ്റർവ്യൂ ഈസ് എ മീൻസ് ഓഫ് ഗ്യാതറിങ് ഇൻഫോർമേഷൻ ഇൻ വിച്ച് വൺ പേഴ്സൺ ആസ്ക്, ഒരാൾ ചോദിക്കും, അനദർ ഇൻ പേഴ്സൺ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, നേരിട്ടല്ലാതെയോ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് വളരെ പഴക്കമുള്ള ഗവേഷണ രീതിയാണ്. അതൊരു വെർബൽ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരാളോട് ചോദിച്ചറിയാൻ സാധിക്കും. ആഴത്തിൽ അയാളുടെ ഒപ്പീനിയൻ, ഫീലിങ്സ്, അയാളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, അവരുടെ പെരുമാറ്റം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളോട് ഇൻ്റർവ്യൂ അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇഫക്റ്റീവ് ഇൻ ഗിവിങ് ഇൻഫോർമേഷൻ എബൌട്ട് എ പേഴ്സൺസ് പെർസെപ്ഷൻ, ഒരാളുടെ കാഴ്ചപ്പാട്, ബിലീവ്സ് വിശ്വാസം, ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഇമോഷൻസ്, അയാളുടെ വൈകാരികത, മോട്ടിവേഷൻ, അയാളുടെ ആ ഒരു മോട്ടിവേറ്റിംഗ് സംഭാഷണങ്ങൾ, ഫ്യൂച്ചർ പ്ലാൻസ്, അവരുടെ അടുത്ത പ്ലാൻ എന്താണ്, പെരുമാറ്റങ്ങൾ, ഇതെല്ലാം നല്ല രീതിയിൽ നോക്കി കാണാനും ചോദിച്ചറിയാനും സാധിക്കുന്നത് ഇൻ്റർവ്യൂ മെത്തേഡിലൂടെയാണ്. ഈ ഇൻ്റർവ്യൂ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം: സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഓൾറെഡി ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അതിലൊരു മാറ്റം വരുത്താൻ അയാൾക്ക് അനുവാദമുണ്ടാവില്ല. അപ്പോൾ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, the wording of the questions and the order in which they were asked remain the same in every case. അപ്പോൾ ചോദിക്കുന്ന ആ ചോദ്യം, ഇപ്പോൾ ഇത് ഒരാളോട് നേരിട്ട് പല ആൾക്കാരോട് ചോദിക്കുമ്പോഴും ആ ഒരു സെയിം ചോദ്യം തന്നെയാണ് ചോദിച്ചു പോകുന്നത്. ഇപ്പോൾ ഒരാളോട് ഒരു 4 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അയാൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഇനി വേറൊരാളോട് ചോദിക്കുമ്പോഴും അതേ 4 ചോദ്യം. നമ്മൾ ചിലപ്പോഴും ടെലിവിഷൻ ഷോയിലൊക്കെ അങ്ങനത്തെ ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് ചോദ്യങ്ങളുടെ ക്രമമെല്ലാം ഉണ്ടാവും, ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ നിശ്ചിത ക്രമം അനുസരിച്ച് ചോദ്യം ചോദിക്കും. ഇനി അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യത്തിന് ക്രമമൊന്നുമില്ല. അത് നമ്മൾ ഒരാളോടൊരു ചോദ്യം ചോദിക്കും, അയാളുടെ ഉത്തരം അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതാണ് അൺസ്ട്രക്ചേർഡ്. അത് ചിട്ടപ്പെടുത്താത്ത അഭിമുഖം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഭാഷണം, സൗഹൃദ സംഭാഷണം പോലെ അനൗപചാരികമായ ഒരു സംഭാഷണം. പലപ്പോഴും നമ്മൾ സെലിബ്രിറ്റിയോടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഫിക്സഡ് ചോദ്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അവരോടൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെയാണ് നമ്മൾ കാണാറുള്ളത്. അവർ പറയുന്ന കാര്യങ്ങളെ പിടിച്ച് അടുത്ത ചോദ്യം ചോദിക്കുന്നു, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഹാസ് എ പെർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടാകുമായിരിക്കും മൈൻഡിൽ. അതനുസരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് മറുപടി കിട്ടുന്നതനുസരിച്ച് അടുത്ത ചോദ്യം സ്വയം
ഫ്രെയിം ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂവർ ഹാസ് ദ ഫ്രീഡം ടു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ. ഗവേഷകന് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം, പ്രതികർത്താവിനോട് ഉത്തരങ്ങൾ വികസിപ്പിക്കാൻ, ആ ഉത്തരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദിക്കാം, അതിനെക്കുറിച്ച് വീണ്ടും പറയാൻ ആവശ്യപ്പെടാം. അങ്ങനെയുള്ള ടോക്കാണ് ഇൻ്റർവ്യൂ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി മൊത്തത്തിൽ നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളുടെ അഭിപ്രായം, അയാളുടെ മനോഭാവം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ്റർവ്യൂസ് ക്യാൻ ബി ഇൻറ്റൻസ്. ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് ഒരുപാട് ആഴത്തിൽ നല്ല ഗൗരവപരമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു, ആഴത്തിലുള്ള അറിവുകൾ. ദ റിസർച്ചർ മേ ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ദ ഇൻ്റർവ്യൂ. അപ്പോൾ ഇതിലൊരു പോരായ്മ എന്ന് പറയുന്നത്, റിസർച്ചർ ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത്ര പ്രാക്ടിക്കലൊന്നും അല്ല. നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റിസർച്ചർ ക്യാൻ റിന്യൂ ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വ്യക്തമായില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊന്ന് വേറെ ഫ്രെയിം ചെയ്ത് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനോ ഓൾട്ടർ ചെയ്തോ അല്ലെങ്കിൽ ചോദ്യത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള അധികാരമൊക്കെ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിനും. അല്ലാതെ സ്ട്രക്ചേർഡ് ആണെങ്കിൽ ആ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് പോകുന്നത്. അൺസ്ട്രക്ചേർഡിനാണ് ഇങ്ങനെയുള്ള ചെയ്യാൻ സാധിക്കുന്നത്. ബട്ട് ദ പ്രോബ്ലം ഹിയർ ഈസ് ദാറ്റ് ഓൺലി എ ഫ്യൂ പീപ്പിൾ ക്യാൻ ബി ഇൻ്റർവ്യൂഡ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോരായ്മ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ടൈം എടുക്കും. ഒരാളോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് കുറച്ച് പേരെ മാത്രമേ ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മളുടെ ഡാറ്റ കളക്റ്റിംഗ് മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിത് 3 പറയേണ്ടത്. ഇൻ്റർവ്യൂ, സർവേസ്, ഒബ്സർവേഷൻ ആർ ദ മെയിൻലി യൂസ് ടു കളക്ട് ഡാറ്റ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഡാറ്റ കളക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ റിസർച്ച് പർപ്പസിന് നമ്മൾ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആർ ടെക്നിക്സ്, എന്താണ് ഡാറ്റ കളക്ഷൻ എന്നൊരു കൺക്ലൂഷൻ ചുമ്മാ കൊടുത്തിരിക്കുകയാണ്. ഏത് ക്വസ്റ്റിനും നിങ്ങളൊരു എസ്സേ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും കൊടുക്കണം, ഒരു കൺക്ലൂഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം റിസർച്ച് എന്താണെന്ന് എഴുതാം. ആൻഡ് ഡാറ്റ കളക്ഷന് നമുക്ക് ഈ ഇന്ന റിസർച്ച് മെത്തേഡ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇതൊക്കെ കൊടുക്കുക. അതിനുശേഷം ഡാറ്റ കളക്ഷനെ കുറിച്ച് ഒരു കൺക്ലൂഷനും കൂടി കൊടുക്കുക. ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതെന്താണ്, ആർ ദ ടെക്നിക് ആൻഡ് പ്രൊസീജിയർ ഫോർ ഗ്യാതറിങ് ഇൻഫർമേഷൻ ആൻഡ് റിസർച്ച് പർപ്പസ്. ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിന് എന്താണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് ചോദിച്ചാൽ അതിനുള്ള സാങ്കേതിക വിദ്യയും നടപടിക്രമങ്ങളുമാണ്, ശേഖരണ രീതികളാണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് സെക്കൻഡ് ടേം എക്സാം എഴുതാൻ പോവുക. താങ്ക് യു.